ISL ഒക്ടോബർ 24 തുടക്കമാകും എന്ന റിപ്പോർട്ട്. വേദികളുടെ ലഭ്യത നോക്കാൻ ക്ലബ്ബുകൾക്ക് AIFF നിർദ്ദേശം നൽകി. മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെന്റിന്റെ കാര്യത്തിൽ തൽസ്ഥിതി ഈ സീസൺ അവസാനം വരെ തുടരാൻ AIFF-ഉം FDSL-ഉം ധാരണയിലെത്തിയിരുന്നു. ഇക്കാര്യം മറ്റന്നാൾ സുപ്രീം കോടതിയെ അറിയിക്കും. അനിൽ വാസുദേവാണ് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അനിൽ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ISL തുടങ്ങുന്നു എന്നുള്ളത് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള കാര്യമാണ്. കാരണം ഇന്ത്യയുടെ പ്രൈമറി ലീഗാണ്, ഫസ്റ്റ് ഡിവിഷൻ ലീഗാണ്. പക്ഷേ ഈ മാസ്റ്റർ റൈറ്റ്സ് അഗ്രിമെന്റിന്റെ കാര്യത്തിൽ സംഘാടകരായ FDSL-ഉം അതുപോലെ തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിരുന്നില്ല. നിലവിലെ കരാർ ഡിസംബറിൽ അവസാനിക്കുകയാണ്. പുതിയ കരാർ അല്ലെങ്കിൽ അത് പുതുക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും അതിൽ ഒന്നും തന്നെ മുന്നോട്ടും പോയില്ല. ഒപ്പം തന്നെ AIFF-ന്റെ ഭരണഘടനാ കേസുമായി ബന്ധപ്പെട്ട് ഈ തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഒരു നിർദ്ദേശം കൂടി നൽകിയതിന് പിന്നാലെയാണ് വലിയ പ്രതിസന്ധി ഉടലെടുത്തത്. സെപ്റ്റംബറിൽ തുടങ്ങേണ്ടിയിരുന്ന ലീഗ് അത് വൈകിപ്പോവുകയും അനിശ്ചിതകാലത്തേക്ക് നീട്ടുകയാണെന്ന് സംഘാടകരായ FDSL അറിയിച്ചത്. ഇതോടുകൂടി പല ടീമുകളും അവരുടെ പ്രവർത്തനം നിർത്തേണ്ടി വന്നു. ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകളൊക്കെ തന്നെ പരിശീലകരുടെയും താരങ്ങളുടെയും ശമ്പളമൊക്കെ തന്നെ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ഈ കാര്യം കഴിഞ്ഞ ദിവസം കോടതിയിൽ അമിക്കസ് ക്യൂറി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് AIFF-നോടും FDSL-നോടും ഒരു ധാരണയിലെത്തി ഒരു റിപ്പോർട്ട് മറ്റന്നാൾ, അതായത് 28-ന് അടുത്ത വാദം കേൾക്കുന്ന ദിവസം നൽകാൻ പറഞ്ഞു. ഇതിന് പ്രകാരം ഇന്നലെ AIFF ഒരു വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരുന്നു. അതായത് ഏകദേശം ധാരണയിലെത്തി എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവരും തമ്മിലുള്ള നിലവിലെ കരാർ, ഡിസംബർ വരെയുള്ള കരാർ അടുത്ത സീസൺ, അതായത് നിലവിലെ വരാനിരിക്കുന്ന സീസൺ അവസാനം വരെ നീട്ടാനാണ് ധാരണ. ഇതോടുകൂടി ഒക്ടോബർ 24-ന് മത്സരങ്ങൾ തുടങ്ങുമെന്നാണ് നമുക്ക് കിട്ടുന്ന പ്രധാന വിവരം. അതോടൊപ്പം തന്നെ ക്ലബ്ബുകളൊക്കെ തന്നെ ഉടൻ തന്നെ വേദികൾ, നിലവിലുള്ള അവരുടെ ഹോം ഗ്രൗണ്ടായി ഇരിക്കുന്ന വേദികളെ തന്നെ അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന വാർത്ത. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്കിൽ നിന്ന്.